ഓ ഇവിടെ ഈ തിരുമ്മൽ അങ്ങനെയുള്ള തിരുമ്മലല്ല, ഇവിടെ നമുക്ക് യൂറോപ്യൻ ട്രീറ്റ്മെന്റ് ആണ് കംപ്ലീറ്റ്. മെഡിസിൻ ഇല്ല, അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും ഇല്ല, ഫ്രീ ആക്കിയിട്ട്. നമസ്കാരം. വർഷങ്ങളായിട്ട് വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. കാരണം വേദന മാറ്റുന്ന ഒരു തെറാപ്പി സെൻ്ററാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് എടപ്പള്ളി വൈറ്റില ബൈപ്പാസിൽ ചളിക്കോട്ടം ബസ് സ്റ്റോപ്പിൻ്റെ കിഴക്കുവശത്തായിട്ട് ഉഷ മെഡിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിക്കൽ ഷോപ്പുണ്ട്. അതിൻ്റെ 1ാം നിലയിലായിട്ടാണ് ആക്റ്റീവ് ലൈഫ് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ ആക്റ്റീവ് ലൈഫ് ഈ സ്ഥാപനത്തിൻ്റെ 1ാം നിലയിലാണ്. അവിടുത്തെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആക്റ്റീവ് ലൈഫിൻ്റെ ബോർഡ് കാണാം. ഞാൻ ഈ കൈ ഭയങ്കര പെയിനാണ് കുറച്ച് നാളായിട്ട്. അപ്പോൾ എന്നോട് നമ്മുടെ ജ്യേഷ്ഠന് മോൻ പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പെയിനൊക്കെ മാറ്റിത്തരുമെന്ന് പറഞ്ഞു. നിങ്ങൾ കുറേ വീഡിയോസ് അയച്ചു തന്നു. എല്ലാം ഈ ഇങ്ങനെ സൗണ്ട് കേൾക്കണ നട്ടല് ഒടിക്കണത്, കഴുത്ത് തിരിക്കണത് ഒടിക്കണത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വേദന മാറുമോ, അല്ലെങ്കിൽ നട്ടലിൻ്റെ വേദന മാത്രമേ മാറുള്ളൂ? ഇല്ല, നമുക്ക് നമ്മുടെ ശരീരത്തിൽ വരുന്ന എല്ലാ ജോയിൻസിൻ്റെ ഇതും നമുക്കിത് മാറും. അത് ഈ ഒടിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് കൈറോപ്രാക്റ്റിക് എന്നാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ പേര് എന്ന് പറയുന്നത്. അത് ക്രാക്കിംഗ് മെത്തേഡാണ്. അത് ഗ്യാസ് ഫോം ചെയ്യുന്നതാണത്. അത് ചിലപ്പോൾ ക്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വേദന മാറിക്കിട്ടും. ഇവിടെ ഈ നട്ടലിൻ്റെ കശേരിൻ്റെ ഇടയിൽ ഗ്യാസ് ഫോം ചെയ്യും. ഗ്യാസ് ഫോം ചെയ്യും, സൈഡിലേക്ക് ഈ നീർക്കെട്ട് പോലെ ഭയങ്കരമായിട്ട് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ട് ഭയങ്കര പ്രയാസം വരും, വേദനയും അതുപോലെ തന്നെ ഒരു കഴപ്പും ഇതൊക്കെ ആയിട്ട് വരും. അതാണ് നമ്മൾ ക്രാക്ക് ചെയ്ത് കളയണം. അല്ലാതെ ഈ വെറുതെ ഒടിച്ചു കഴിയുമ്പോൾ സുഖം തന്നെ അല്ലല്ലോ. അല്ല, ചില ആൾക്കാർക്ക് ഈ വെട്ടിബ്രയിൽ മിസ്അലൈൻമെന്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ക്രാക്ക് ചെയ്യുമ്പോൾ അതും കറക്റ്റായിട്ട് ഇത് വരും ഈ ട്രീറ്റ്മെന്റിലൂടെ. അത് നമ്മുടെ നട്ടലിന്റെ അലൈൻമെന്റ് ഒക്കെ മാറി കിടക്കണത് ശരിയാവും. അത് ശരിയാവും. അത് എല്ലാം ശരിയാവില്ല. ഇപ്പൊ ചിലതിൽ സ്കോളിയോസിസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഡിസീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഫുൾ ക്രാക്ക് ചെയ്താൽ ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ അലൈൻമെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ വേറെ മെത്തേഡ് ഉണ്ട്, സ്പൈൻ ആൻഡ് ബോൺ അലൈൻമെന്റ്. യൂറോപ്യൻ ട്രീറ്റ്മെന്റ് ആണ് കംപ്ലീറ്റ്. ആ ഒരു ലെവലിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യത്യാസം വരും. അത് ഇതെല്ലാം നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്പോണ്ടിലൈറ്റിസ് ചില ആളുകളുടെ ഈ ഞരമ്പ് നട്ടലിന്റെ ഇടയില ഷോൾഡറിന്റെ ഇടയിലൊക്കെ കയറി എന്ന് പറഞ്ഞേക്കാം. അങ്ങനത്തെ തന്നെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനാണ് നമ്മൾ സ്പൈൻ ആൻഡ് ബോൺ അലൈൻമെന്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അതിന് മെഡിസിനോ സൈഡ് എഫക്റ്റോ അങ്ങനെ ഒന്നുമില്ല. ഈ പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ അലൈൻമെന്റ് തെറാപ്പിയിലൂടെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്ന മെത്തേഡാണത്. കൈയൊക്കെ കുഴയൊക്കെ തെറ്റി പോയി ഇങ്ങനെ വീണ് പന്ത് കളിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ശരിയാക്കാം. തീർച്ചയായിട്ടും അതൊക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് പിടിച്ചിടാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്? ഇവിടെ കൂടുതലും ജോയിൻറ്റ് സംബന്ധമായിട്ടാണ് കൂടുതലും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഈ ബാക്ക് പെയിൻ, അതുപോലെ ഓൾ ജോയിൻറ്റ് പെയിൻ, അതിലാണ് കൂടുതലും ആൾക്കാർ ഇവിടെ വരുന്നത്. ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നട്ടല് വളഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ നിവർത്തി അങ്ങനെയൊക്കെ. അത് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളൊരു കൈറോപ്രാക്റ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം ബോൺ ആൻഡ് സ്പൈൻ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ തെറാപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈ എല്ലാ ടൈപ്പ് വേദനകൾക്കും നമുക്ക് ഇവിടെ പരിഹാരമുണ്ട്. എൻ്റെ കൈക്കാണല്ലോ പ്രശ്നം. തീർച്ചയായിട്ടും ജോയിൻസ്, നമ്മുടെ ശരീരത്തിലുള്ള ജോയിൻറ്റ് സംബന്ധമായിട്ട് വരുന്ന എല്ലാ ജോയിൻറ്റും സംബന്ധമായിട്ട് വരുന്ന ഡിസീസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ തിരുമ്മൽ അങ്ങനെയുള്ള തിരുമ്മലല്ല, ഇവിടെ നമുക്ക് യൂറോപ്യൻ ട്രീറ്റ്മെന്റ് ആണ് കംപ്ലീറ്റ്. മെഡിസിൻ ഇല്ല, അതുപോലെ തന്നെ സൈഡ് എഫക്റ്റും ഇല്ല. അത് ശരി. അപ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവുമോ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ? ചെറിയ രീതിയിലുള്ള ഒരു പെയിൻ. ഇപ്പൊ നമ്മള് ചില ആൾക്കാർ ജിമ്മിലൊക്കെ പോയിട്ട് പിറ്റേ ദിവസം ചെറിയൊരു വേദന, അങ്ങനത്തെ ചെറിയ വേദനകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്കൊരു നല്ല റിസൾട്ട് വരുന്ന ഒരു പെയിൻ ആണ്. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ആവുമല്ലേ? അതുപോലെ ഇപ്പൊ എനിക്ക് വന്നേക്കണ കൈയുടെ വേദനയൊക്കെ നമുക്ക് എത്ര നാള് വേണ്ടി വരും ഇതൊക്കെ ഒന്ന് ശരിയാകാൻ? ഇത് എത്ര കാലമായെന്ന് പറഞ്ഞത്? ഇതിപ്പോ ഒരു 5-6 മാസമായി കാണും. 6 മാസമായി. നമുക്കത് നോക്കാം, അത് എങ്ങനെയാണെന്ന് ഒന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് നമുക്കത് പറയാം. ഇപ്പൊ നോയിക്കോട്ടാ, ഞാൻ പറയുന്ന പോയിന്റിലാണ് ആ വേദന നോയിക്കോട്ടാ. ഇവിടെ ഒന്നും വേദനയില്ല, ഇവിടെ ഒന്നും വേദനയില്ല. പക്ഷെ ഇവിടെ ഒരു ചെറിയ വേദന തന്നെ, അവിടെ നല്ല വേദന ചെറുതായിട്ട്. ഓക്കെ. ഈ കൈ ഓടിച്ചില്ലേ? ഓടിച്ചപ്പോ ഏതൊരു സ്ഥലത്ത് വെച്ചൊരു വേറൊരു രീതിയിലൊരു വേദന. ആ വേദന വേറെ ഒന്നുമല്ല, ഇവിടെ ആയിട്ടാണ് കേട്ടോ. ഈ വേദനയാണ് അത് സ്പൈനിൽ ചെറിയൊരു ഇതുണ്ട്. ഈ നമ്മുടെ ഇവിടുത്തെ സെർവിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മിസ്അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അകത്തേക്ക് പോകും, അതല്ലെങ്കിൽ പുറത്തേക്ക് വരും. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ടൊരു മിസ്അലൈൻമെന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ. ഈ കൈയിലേക്ക് പ്രയാസം കൂടുതലെന്ന് പറഞ്ഞാൽ നോട്ടേട്ടാ, വിലൊന്നും പിടിക്കണ്ട കേട്ടോ, ഫ്രീ ആയിട്ട് ഫ്രീ ആയി. ഓക്കെ, ബലം പിടിക്കണം കേട്ടോ. ഇതില്ല.
ഓ ഫ്രീ ആയിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയ വേനയും കൂടി ഉണ്ട്. ഇവിടെ ചെറിയ വേന അല്ല, ഇത്തിരി നല്ല വേന ഉണ്ടാവും. പ്രസ് ചെയ്യുമ്പോൾ കേട്ടോ, ഫ്രീ ആയിട്ടിരുന്നാ കേട്ടോ. ഓക്കെ, വിലൊന്നും പിടിക്കണ്ട കേട്ടോ, ഫ്രീ. എൻ്റെ കയ്യിലേക്ക് തലയിട്ടേക്ക് കേട്ടോ, ഫ്രീ ആക്കിയിട്ട്. വാവ്, സൂപ്പർ. ഓക്കെ, വാവ്. ഒരു വെള്ളം പിടിക്കണ്ട കേട്ടോ. വേദന എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. ഓക്കെ, നോക്കിക്കോട്ടോ. എന്തായി? ഇല്ല, ഇപ്പൊ വേന ഇല്ലല്ലോ. ആ വേദന നോക്കി, ഞാൻ ആദ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വേദന നോക്കി. ഇല്ല ഉള്ളതല്ലേ? ഇല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. വേദനയായിട്ട് ഞാൻ ഇവിടെ വന്നത് നിങ്ങൾ കണ്ടതല്ലേ. ആ വേദന ഉണ്ടാകുന്ന കാരണവും എടുത്തങ്ങാട് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമല്ലേ. ആ വേദനക്കൊരു കാരണം ഉണ്ടാവും. ആ കാരണം പരിഹരിക്കാനായിട്ട് ആക്റ്റീവ് ലൈഫിൽ വന്നാൽ മതി എന്ന് പറഞ്ഞതാണ് ഞാൻ വന്നത്. 2 ദിവസമായിട്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ആദ്യത്തെ ദിവസം എൻ്റെ മുതുകത്ത് വെറുതെ ഒന്ന് വിരൽ പിടിച്ചപ്പോഴാണ് മുതുകിലൊരു പെയിൻ കണ്ടത്. നട്ടലിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്. അതൊന്ന് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ആ പ്രശ്നം മാറി. അത് നിങ്ങൾ കണ്ടതാണ്. പിന്നെ ഷോൾഡറിൽ വേദനയായിട്ടാണ് ഞാനിവിടെ വന്നത്. ആ വേദനയും അത് നല്ല ആശ്വാസം കിട്ടി ആ ട്രീറ്റ്മെൻറ്റിൽ. ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ കണ്ടതാണ്. പിന്നെ മുട്ടുകാലെന്ന് പറഞ്ഞാൽ നല്ല വേദനയുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ ഇല്ലേ, ഭയങ്കര വേദനയായിരുന്നു. അതുകൂടാതെ ഒരു സൗണ്ടും വരും സ്റ്റെപ്പ് കയറുമ്പോൾ. അതിനൊക്കെ എന്താ ആശ്വാസം എന്നറിയാമോ? എനിക്ക് കിട്ടിയ ആശ്വാസം, എനിക്ക് ഭയങ്കര വേദന തിന്ന് ജീവിക്കണ ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷെ വേദന ഉണ്ടായിരുന്നു. വെറുതെ വിരലിൽ ഓടിച്ചിട്ട് അവർ പറഞ്ഞു തരും. നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ വേദനയുടെ കാരണം അവർ നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ നമ്മുടെ വേദന മാറാനായിട്ട് അവർ ട്രീറ്റ് ചെയ്യും. വേദന മാറുന്നതോടൊപ്പം വേദനയുടെ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനാണ് അവർ പരിഹാരം തന്നത്. അപ്പോൾ നിങ്ങൾക്കും വേദനിക്കുന്ന ആർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വേദനിച്ച് ആരും ജീവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വേദനിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വേദനയില്ലാതെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. ശരിയല്ലേ?